ഹലോ, ഇന്നത്തെ റെസിപ്പി ചക്ക പുഴുങ്ങിയത്. നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ചക്ക വേണം, പിന്നെ തേങ്ങ കുറച്ച് മതി, 2 പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില. നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു ജീരകം ഇട്ട് കൊടുത്താൽ മതിയാവേ. ഒരു ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കുക. നല്ലോണം അരയണ്ടാവേ, കുറച്ച് മതിയേ. കാന്താരി ഉണ്ടെങ്കിൽ നല്ലത്. എൻ്റെ അടുത്ത് കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടത് കേട്ടോ. ഒരു ജീരകം ഇട്ടിട്ട് നല്ലോണം മുതിയാതെ കുറച്ച് ഒതുക്കിയിട്ട് എടുക്കുക. നമുക്ക് ഒതുക്കിയിട്ട് എടുത്തിട്ട് പിന്നെ വെള്ളം കൂട്ടണ്ട, വെള്ളം കൂട്ടാതെ തന്നെ ഒതുക്കിയിട്ട് എടുത്തിട്ട് അത് നമുക്ക് പിന്നെ ചക്കേൻ്റെ ഓയിലേക്ക് മിക്സ് ആക്കാം. നമ്മൾ ഇന്ന് കുക്കറിലാണ് ചക്ക ആക്കുന്നത്. അപ്പം നമ്മൾ കുക്കറിൽ ചക്കയും കുറച്ച് കറിവേപ്പിലയും ഈ ഒതുക്കിയ തേങ്ങൻ്റെ മിക്സും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. നല്ലോണം മിക്സ് ആക്കിയിട്ടാകുമ്പോൾ വെള്ളം കൂട്ടാത്തതിന് മുമ്പ് തന്നെ നല്ലോണം മിക്സ് ആക്കണം. ഞാൻ ചക്കൻ്റെ ചോള മുറിച്ചിട്ടിട്ടില്ല. എന്താ വെച്ചെങ്കിൽ എൻ്റെ നൈസായ ചക്കൻ്റെ ചോള ആയതുകൊണ്ട് വേഗം വേവും. മറ്റേ കട്ടിയുള്ളതാണെങ്കിൽ ഒന്ന് ചെറുങ്ങനെ മുറിച്ചിടണവേ. എന്നിട്ട് നമുക്ക് എന്താക്കാം, മിക്സീൻ്റെ ജാറ് വെള്ളയിൽ കൂട്ടിയിട്ട് ഒരു വിസിലാകുന്ന വരെ ചക്ക വേവിക്കുക. നല്ലോണം വെള്ളം കൂട്ടണ്ട, ഒരു കൂട്ടിയാൽ മതിയേ. എന്നിട്ട് കുക്കർ ഒരു വിസിലായി കഴിയുമ്പോൾ തുറന്നിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക. ചക്ക നല്ലോണം ഉടച്ചിട്ട് കഴിയുമ്പോൾ നമുക്കതിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയും പിന്നെ കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഒന്നിട്ടാൽ നല്ലത്. 2 ഇട്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും. വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും നല്ലത്. എൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടാ. അപ്പോൾ നമ്മളെ ചക്ക പൊങ്ങിയത് ഇവിടെ റെഡി ആയിട്ടാ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നീടല്ല എൻ്റെ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.